ഹായ് ഓൾ, ഈ വീഡിയോയിലൂടെ നോക്കുന്നത് 2025 മെയ് 3-ാം തീയതിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം 11. സർക്കാരിന്റെ വരാനിരിക്കുന്ന ഡിപ്പോ ദർപ്പൺ പോർട്ടലിന്റെ പ്രാഥമിക ലക്ഷ്യം ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുക. 2025 മെയ്യിൽ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവിയായി ചുമതലയേറ്റത് അശുതോഷ് ദീക്ഷിത്. ആദ്യത്തെ ഏഷ്യൻ അണ്ടർ 15, അണ്ടർ 17 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം കസാക്കിസ്ഥാൻ. ആമസോണിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് കൈപ്പർ. ഡെൻമാർക്ക് എനർജി ഏജൻസിയുടെ പഠനത്തിൽ കാറ്റാടിപ്പാടത്തിന് അനുയോജ്യമായി കേരളത്തിൽ കണ്ടെത്തിയ സ്ഥലം വിഴിഞ്ഞം. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. 2025 മെയ് മാസത്തിൽ അന്തരിച്ച മുൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഗിരിജ വ്യാസ്. വയോജന സേവനങ്ങൾക്കായുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ആരംഭിച്ച ഏകജാല പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം മെയ് 3. പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. കേരളത്തിലെ GST വരുമാനത്തിൽ 2025 ഏപ്രിലുണ്ടായ വർധനവ് 5%. റഷ്യൻ അധിനിവേശത്തിനിടെ US നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പകരമായി അപൂർവ ധാതുശേഖരം പങ്കുവയ്ക്കുന്ന കരാർ ഒപ്പിട്ട രാജ്യം യുക്രൈൻ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.